ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അറവുകാട് അമ്പലത്തിൽ പൊങ്കാലയാണ്. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ പോയി കലവും കൊതുമ്പും സാധനങ്ങളൊക്കെ വാങ്ങി കലം അമ്പലത്തിൽ നേരെ കൊണ്ടുവച്ചു. സ്ഥലം പിടിക്കണമല്ലോ. അങ്ങനെ നല്ല തണൽ പറ്റുന്ന ഒരു സ്ഥലം നോക്കി കൊണ്ടുവച്ചു. കൃഷ്ണൻ്റെ നടയുടെയൊക്കെ അടുത്താണ് ഇന്നലെ കലം കൊണ്ടുവച്ചത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ നേരെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായി സാരിയൊക്കെ ഉടുത്തു. സാധാരണ എപ്പോഴും കുടുംബത്തോടെയാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം എൻ്റെ അനിയനൊന്ന് വീണായിരുന്നു. അങ്ങനെ കൈ വയ്യാത്തത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോയത്. അങ്ങനെ ഞാൻ നേരെ കലമൊക്കെ കഴുകി കലത്തിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് വന്ന് അവിടെ ഇരിപ്പ് തുടങ്ങിയതാണ്. പിന്നെ ദീപം പകർന്നു വന്നാലല്ലേ നമുക്ക് പൊങ്കാലയിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കായി പോയതുകൊണ്ടും അതുപോലെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാഞ്ഞതുകൊണ്ടും എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്ത് 2 ചേച്ചിമാരിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ് എൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങി. അതായത് വെള്ളം ചൂടാക്കാൻ വെച്ചു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞു കരഞ്ഞാണ് ഞാൻ നിന്നത്. സങ്കടം കൊണ്ടല്ല, പുക കൊണ്ട്. എൻ്റെ അടുത്ത് നിന്നവരൊക്കെ പ്രോസ് ആയിരുന്നു. അതായത് വർഷങ്ങളായി ഇങ്ങനെ വന്ന് പൊങ്കാല ഇടുന്നവരായിരുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ വെപ്രാളത്തിനിടയിൽ അമ്മ പറഞ്ഞു തന്നു വിട്ടത് എന്തൊക്കെയാണോ അതൊക്കെ ആവിയായിട്ട് പോയി. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തുടക്കം തന്നെ അടുപ്പ് വെച്ചിരുന്നത് ശരിയായില്ല. അങ്ങനെ എൻ്റെ അടുത്ത് നിന്നിരുന്നൊരു ചേച്ചിയാണ് എനിക്ക് പറഞ്ഞ് വന്ന് സഹായിച്ചൊക്കെ തന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു. അല്ല, ഇന്നലെ വൈകുന്നേരം മുതലേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അമ്മ കൂടെ ഉണ്ടാവില്ലല്ലോ. അമ്മ ആയിഷിനെ നോക്കാൻ വീട്ടിൽ നിൽക്കായിരിക്കില്ലേ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, കുറേ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു. അങ്ങനെ അവനവൻ പൊങ്കാല ഇടുന്നതിനിടയ്ക്ക് ബാക്കിയുള്ളവരെ സഹായിക്കാനൊക്കെ ആർക്കാ നേരമെന്ന്. എൻ്റെ ആ സംശയമൊക്കെ ഇന്നുകൊണ്ട് മാറിക്കിട്ടി. 1-2 പേരല്ല സഹായിക്കാൻ വന്നത്, ഒരുപാട് പേരാണ്. ചിലർ വാക്കുകൊണ്ട് സഹായിച്ചു, ചിലർ കൂടെ വന്ന് നിന്ന് സഹായിച്ചു. എന്നാൽ ഈ വന്നവരെയൊക്കെ എനിക്ക് മുൻപരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആരെയും അറിഞ്ഞൂടാ. ആരുടെയും പേരോ സ്ഥലമോ ഒന്നും അറിഞ്ഞൂടാ. എവിടെയെങ്കിലും മുന്നേ വെച്ച് കണ്ട പരിചയം പോലും എനിക്കില്ല. സാധാരണ ഇക്കാലത്ത് ഒരാളെ സഹായിക്കുവാണെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവർ വളരെ കുറവാണ്. എങ്കിലും അത്രയും നല്ല മനസ്സുള്ളവർ ഇല്ലാണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു ഇന്ന് ഞാൻ കണ്ടത്. ഞാൻ കുറേ നേരമായിട്ട് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് 2 അമ്മമാർ വന്നു. 2 പേരും കൂടെ ഇടം വലം നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുകയും അതുപോലെ തീ കൂട്ടി വെക്കാൻ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ തന്നെയല്ലേ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം. ഒരു മുൻപരിചയമില്ലാത്ത 100 കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ സഹായിക്കാനും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഇതുപോലത്തെ മനുഷ്യർ തന്നെയല്ലേ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എല്ലാം ചെയ്തു തന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ ഒറ്റയ്ക്ക് പൊങ്കാലയിടുന്നത് ആദ്യമായിട്ടല്ലേ, അപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, ഇനി അടുത്ത കൊല്ലം പൊങ്കാലയിടാൻ വരുമ്പോൾ എല്ലാം നേരെ ആയിക്കോളും. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, പരമാവധി പറ്റുമെങ്കിൽ അടുത്ത കൊല്ലവും ഞാൻ പൊങ്കാലയിടാൻ കാണുമെന്ന്. അവരങ്ങനെ സഹായിച്ച് പൊങ്കാലയൊക്കെ പൊങ്ങിക്കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവർ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ശർക്കര ഇട്ടോ, കൽക്കണ്ടം ഇട്ടോ, പഴം ഇട്ടോ, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കാനായിട്ട്. എൻ്റെ പൊങ്കാല തയ്യാറായി കഴിയുന്നത് വരെ അവർ ഏറെക്കുറെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പൊങ്കാല പാകമാവുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. നിങ്ങൾ നൽകുന്നതെന്തോ അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. അതിപ്പോൾ ഒരു ചിരിയാവാം, ഒരു വാക്കാവാം, എന്തെങ്കിലും ആവാം. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആൾ തന്നെയായിരിക്കില്ല തിരിച്ചു തരുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരാളായിരിക്കാം. ഇന്നലെ ഒരുപക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പോവാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും എനിക്ക് മിസ്സായി പോയേനെ. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് പോയതെങ്കിലും അരിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ പൊങ്കാല പൊങ്ങുന്നത് കാണാൻ എൻ്റെ കൂടെ 2 അമ്മമാരുണ്ടായിരുന്നു. 2 പേരുടെയും പേരൊന്നും എനിക്കറിയില്ല, അവർക്കും ഞാൻ ആരാണെന്നറിയില്ല. പൊങ്കാല പൊങ്ങിയതിന് ശേഷം അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുന്നേയും വന്ന് എല്ലാം ശരിയായില്ലേ മോളെ എന്ന് ചോദിച്ചിട്ടാണ് അവർ പോയത്.
അറവുകാട് അമ്പലത്തിൻ്റെ മണ്ണിൽ നിന്ന് പൊങ്കാലക്കാലം മാത്രമല്ല ഇന്ന് നിറഞ്ഞത്. ഒരുപാട് മനസ്സുകൾ നിറഞ്ഞു കാണും. എൻ്റേതുപോലെ തന്നെ ഒരുപാട് കഥകളും അവിടെ ഉണ്ടായി കാണും. ഇനി നിങ്ങളെ നോക്കി ആരെങ്കിലും ചിരിക്കുമ്പോൾ തിരിച്ചു ചിരിക്കാൻ മടിക്കരുത്. ഒന്ന് ചിരിച്ചെന്ന് വെച്ച് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. മാത്രമല്ല ചിരി ആരോഗ്യത്തിന് നല്ലതുമാണ്. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ പൊങ്കാല കഴിഞ്ഞിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എഴുതിയ പാട്ട് അവർ അമ്പലത്തിലിട്ടു. ശുഭം.